ഞാൻ വീട്ടിൽ വന്ന് ഈ കുടമ്പടി തൈലവും കാശുരവും കൊണ്ടുപോയി എന്നും ഈ കമ്പി ഇട്ടിരിക്കുക കാലയിൽ ഗോവിണി പോലെ തുടം മുതൽ കാൽപാദം വരെ ഗോവിണി പോലെ കമ്പി ഇട്ടിരിക്കുക. ഞാൻ ആ കമ്പിയെ തൊട്ട് ഈ തൈലം തൂക്കുകയും വിശ്വാസ പ്രമാണം എനിക്ക് എത്ര എണ്ണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഞാൻ വിശ്വാസ പ്രമാണവും കൊന്തയും ചെല്ലുമായിരുന്നു. അപ്പോൾ ഡോക്ടർ കാല് മുറിച്ച് കളയുമെന്ന് തന്നെ തീർത്ത് പറഞ്ഞു. ഇങ്ങനെ ഈ തൈലം വരട്ടെ, എൻ്റെ ദൈവമേ എനിക്ക് കാലില്ലാത്ത ഒരു ഭർത്താവ് ആകരുത് എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ പുറത്ത് വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കൊറോണ സമയം ആയതുകൊണ്ടാണ് നീണ്ടു പോയത്. അപ്പോൾ ഈ തൈലത്തിൻ്റെ ശക്തി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. തൈലം തൂത്ത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മൾ ഈ CT സ്കാനൊക്കെ എടുക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത്ഭുതമാണല്ലോ, ഇതിനകത്ത് കോശങ്ങൾ വളർന്നു വരുന്നുണ്ട്, ജോസഫിൻ്റെ കാല് മുറിച്ച് കളയാൻ ഇടയാകത്തില്ല എന്നും. അപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ച് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണവും തൈലവും വരട്ടി അങ്ങനെ കാലിന് ആ കുഴിയുള്ള ഭാഗം തുടയുന്ന ദശ ചെത്തിയെടുത്ത് അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആ കോശങ്ങളും പിടിച്ചു. അപ്പോൾ ഈ പുതിയ കോശം ഇപ്പോൾ അവർ പറഞ്ഞു വിരൽ തൊടരുത്, വേറെ വസ്തുക്കളൊന്നും തൂക്കരുതെന്നൊക്കെ പറയുമായിരുന്നു. എങ്കിലും ഡോക്ടർമാർ പോയി കഴിയുമ്പോൾ ഞാൻ തൈലം എടുത്ത് അവിടെ